വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിന്റെ 7ാമത്തെ ചാപ്റ്റർ അഥവാ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ ആകെ കുറച്ച് ടൈപ്പുകൾ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയുടെ ഫോക്കസ് ഏരിയയിലുള്ളൂ. സോ അത് മാത്രം പഠിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. സോ ആ ചാപ്റ്ററിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ഡിലേ ആക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഫംഗ്ഷൻസും അതിന് ഇന്റഗ്രൽസും അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ബോർഡിനായിട്ട് എഴുതിയിരിക്കുന്നത്. വളരെ കുറവേ ഉള്ളൂ. ഇത് കൂടാതെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് കൂടിയുണ്ട്. പക്ഷേ ട്രിഗ്നോമെട്രിക് എന്ന് പറയുന്ന പോർഷൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് എലിമിനേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതുകൂടി ഞാൻ പഠിക്കാൻ പറയാത്തത്. സോ അത് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് വരുമ്പോൾ മാത്രം നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. അത് വരാൻ വളരെ ചാൻസ് കുറവാണ്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. ഫൈൻ. സോ 0 എന്താണ്? 0 + c ആണ്. സോ 0 എന്ന് എഴുതി. ഇന്റഗ്രൽ ഓഫ് 0 dx എന്ന് പറഞ്ഞാൽ 0 + c ആണ്. സോ c എന്ന് എഴുതി. ദെൻ 1ന്റെ 1 dx ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x + c ആണ്. 1/x² - x - 1/x + c ആണ്. ഇങ്ങനെ ഓരോന്നിനും വൃത്തിയായിട്ട് പഠിക്കാം. സോ ഇതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിച്ച ഒരാൾക്ക് ഇത് പഠിക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയൊരു ടിപ്പാണ്. അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ടാനിന്റെ കേസ് ഒക്കെ എടുത്ത് നോക്കാം. ടാനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x ആണ്. ടാനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec²x ആണ്. സോ അത് തന്നെയല്ലേ sec²x ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan x. അപ്പൊ tan x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec²x. അടുത്തത് -cot x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cosec²x ആണ്. -cot x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cosec²x ആണ്. അടുത്തത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. -cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sin x ആണ്. -cos x ന്റെ ഡെറിവേറ്റീവ് sin x ആണ്. അതെങ്ങനെയാ വന്നത്? ചിലപ്പോൾ സംശയം ഉണ്ടാവില്ലേ? കാരണം cos x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -sin x ആണ്. സോ -cos x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? sin x ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ സൈഡിലുള്ളതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പോഴും വരുന്നത്. സോ നിങ്ങൾ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് പ്രോപ്പർ തറോ ആണെങ്കിൽ ഇന്റഗ്രേഷൻ പുഷ്പം പോലെ പഠിക്കാം. അതായത് ഇന്റഗ്രേഷൻ പുതിയതായിട്ട് ഒന്നും മനപ്പാഠം പഠിക്കാനില്ല. ഡെറിവേറ്റീവ്സ് തറവായ ഒരാൾക്ക് ഇന്റഗ്രേഷൻ പുഷ്പം പോലെ പഠിക്കാം. റൈറ്റ് സൈഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ഇപ്പുറം വരിക. നേരെ തിരിച്ചു മനസ്സിലാക്കിയാൽ മാത്രം മതി. വേറെ ഇതിൽ ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിലോട്ട് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. നമ്മൾ ഫോർമുലാസ് എല്ലാം പഠിച്ചു. ഇനി ആ ഫോർമുലാസ് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിലോട്ട് കിടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓരോ ഫോർമുലാസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്റഗ്രൽ ഓഫ് x - 1 ഡിവൈഡഡ് ബൈ x + 1 dx. ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ അത് ചിലപ്പോൾ മെൻഷൻ ചെയ്യാം, സോൾവ് ദ പ്രോബ്ലം ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉള്ളത് കൊണ്ട് ആകെ 3 ടോപ്പിക്സ് ഉള്ളൂ. സോ ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെയാണ് സോൾവ് ചെയ്യാറ്. ഫൈൻ. സോ ഇന്റഗ്രൽ ഓഫ് x - 1 ഡിവൈഡഡ് ബൈ x + 1 dx ഇതാണ് ചോദ്യം. നമുക്ക് എങ്ങനെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ഇവിടെ എഴുതരാം. t = x + 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. t = x + 1 എന്തുകൊണ്ടാണെന്ന് പറയാം. ഈ ടിക്ക് നമ്മൾ ഇൻവേഴ്സിൽ പഠിച്ചായിരുന്നു. എക്സിന് a sin θ കൊടുക്കുക, അല്ലെങ്കിൽ എക്സിന് sin θ കൊടുക്കുക. അതെന്താണ്? ബേസ്ഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ഫോമിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമാറ്റിലോട്ട് മാറും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർട്ടിക്കുലർ ടേംസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ t = x + 1. x + 1 വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d/dx of t = d/dx of x plus d/dx of 1. സോ d/dx of t എന്താണ്? dx divided by dt = 1 എന്ന് വരും. ഇത് 0 ആണ്. therefore dx = dt എന്ന് എഴുതാം. dx = dt എന്ന് എഴുതാം. സോ നമുക്ക് x + 1 ന്റെ വാല്യൂ കിട്ടി, dx ന്റെ വാല്യൂ കിട്ടി. അല്ലെങ്കിൽ dx നെ t ന്റെ ടേമിൽ എഴുതി, x + 1 നെ t ന്റെ ടേമിൽ എഴുതി. അടുത്തത് x = എന്ത് എഴുതാം? ഇതിൽ നിന്ന് 1, ഇത് 2. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാം. x = എന്ത് എഴുതാം? t - 1 എന്ന് എഴുതാം. x = t - 1. ഇക്വേഷൻ നമ്പർ 3. സോ 3 ഇക്വേഷൻസ് കിട്ടി. 3 ഇതിലെടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ ഓഫ് x ന് പകരം എന്ത്? t - 1 - 1. x ന്റെ സ്ഥാനത്ത് t - 1 - 1 ഡിവൈഡഡ് ബൈ x + 1 ന് ഡയറക്റ്റ് ആയിട്ട് t ഇൻറ്റു dx ന് പകരം dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dx ന് പകരം dt കണ്ടുപിടിച്ചല്ലോ. dx divided by dt = 1 ആണെങ്കിൽ dx = dt ആണ്. സോ dx ന് പകരം dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇന്റഗ്രൽ ഓഫ്
ടി മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി dt എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ടി വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി എന്ന് വരും dt. ഈ ടീനെ രണ്ട് ടേമിന്റെ ഒപ്പം സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തു. സോ എന്ത് വരും? 1 മൈനസ് 2 ബൈ ടി dt എന്ന് വന്നു. 1 മൈനസ് 2 ബൈ ടി dt എന്ന് വന്നു. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇനിയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഇന്റഗ്രൽ ഓഫ് 1 dt മൈനസ് 2 പുറത്തെടുത്തു, ഇന്റഗ്രൽ ഓഫ് 1 ബൈ ടി dt എന്ന് വന്നു. ക്ലിയർ അല്ലേ? 1ന്റെ ഒപ്പം ആദ്യം dt ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, അടുത്തത് 2 ബൈ ടി ഇന്റഗ്രേറ്റ് ചെയ്തു. 2 ബൈ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 പുറത്തെടുത്തു, കോൺസ്റ്റന്റ് ആണ്. വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് 1 dt? 1 dt ന്റെ വാല്യൂ എന്ത് വരും? t എന്ന് വരും. മൈനസ് 1 ബൈ x ന്റെ ഇന്റഗ്രൽ എന്താണ്? log x ആണ്. സോ 1 ബൈ t ന്റെ log t എന്ന് വരും. സോ മൈനസ് 2 log t പ്ലസ് c എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടി ഇടണം. ഇവിടെ നിർത്താവോ? ഇവിടെ നിർത്താൻ പാടില്ല, കാരണം t ക്ക് നമ്മൾ പഴയ പോലെ തന്നെ ഇടണം. t ക്ക് എന്ത് കൊടുക്കാം? x പ്ലസ് 1 എന്ന് കൊടുക്കാം. സോ x പ്ലസ് 1 മൈനസ് 2 log x പ്ലസ് 1 പ്ലസ് c എന്ന് എഴുതാം. x പ്ലസ് 1 മൈനസ് 2 log x പ്ലസ് 1 പ്ലസ് c എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ അറിയണം, dx ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം, x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം. ഇത് എല്ലാത്തിലും അറിഞ്ഞിരിക്കണം. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസിലും ഇത് മൂന്നെണ്ണം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മുടെ ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാരണം ഒരേ മെത്തേഡിലാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ എല്ലാം സിമിലർ വേയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, സെക്കൻഡ് വൺ, ഇന്റഗ്രൽ ഓഫ് x divided by root of x minus 1. x divided by root of x minus 1. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? t എന്ന് t equal to x minus 1 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? t equal to x minus 1 ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോ d by dx of t equal to d by dx of x minus d by dx of 1 എന്ന് വരും. d by dx of t എന്താണ്? dt divided by dx equal to 1 എന്ന് വരും. dt equal to dx എന്ന് വരും. ക്ലിയർ? dt equal to dx എന്ന് വരും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന് x കൂടി കണ്ടുപിടിക്കാം. സോ x equal to എന്ത് വരും? t പ്ലസ് 1 എന്ന് വരും. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. സോ മൂന്ന് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. സാധാരണഗതിയിൽ t ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dx കണ്ടുപിടിക്കുക, x കണ്ടുപിടിക്കുക. മൂന്നും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? മൂന്നും എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇന്റഗ്രൽ ഓഫ് x ന് പകരം t പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് t ഇൻറ്റു dt എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാണ്. സോ t ഡിവൈഡഡ് ബൈ റൂട്ട് t പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് t dt എന്ന് വരും. ഫൈൻ. ദെൻ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇന്റഗ്രൽ ഓഫ് t ഡിവൈഡഡ് ബൈ റൂട്ട് t dt പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് t dt എന്ന് വരും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് t ഇൻറ്റു റൂട്ട് t എത്രയാണ്? t ആണ്. റൂട്ട് t ഇൻറ്റു റൂട്ട് t എന്ന് പറഞ്ഞാൽ t ആണ്. സോ മുകളിലുള്ള t ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് t ഇൻറ്റു റൂട്ട് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ വായിക്കുകയാണ്. സോ ഫസ്റ്റ് ടേമിനെ നമ്മൾ വേറൊരു രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റൂട്ട് t ഇൻറ്റു റൂട്ട് t ഡിവൈഡഡ് ബൈ റൂട്ട് t dt എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ റൂട്ട് t dt പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് t dt എന്ന് എഴുതി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. റൂട്ട് ടിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്നുള്ള ഇന്റഗ്രൽ ഓഫ് റൂട്ട് t dt പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് t dt. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് റൂട്ട് എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്താണ്? റൂട്ട് എക്സ് ഡി എക്സിന് നമ്മൾ എന്താ ചെയ്യുക? റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു പവർ കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? സോ ടി പവർ ഓഫ് 1 ബൈ 2 dt എന്ന് എഴുതാം. പവറിൽ എഴുതാം. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പവർ ഓഫ് 1 ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ടി ഈക്വൽ ടു എന്ത് എഴുതാം? ടി പവർ ഓഫ് 1 ബൈ 2 എഴുതാം. ടി പവർ ഓഫ് 1 ബൈ 2 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dt പ്ലസ് 1 ബൈ റൂട്ട് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ റൂട്ട് എക്സ് ഈക്വൽ ടു 2 റൂട്ട് എക്സ് ആണ്. അപ്പൊ 2 റൂട്ട് ടി അത്രയേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 റൂട്ട് ടി എന്ന് എഴുതും ഡയറക്റ്റ് ആയിട്ട്. 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 2 റൂട്ട് എക്സ് ആണെങ്കിൽ 1 ബൈ റൂട്ട് ടി എന്ന് വരും? 2 റൂട്ട് ടി എന്ന് വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ? ഈക്വൽ ടു ടി പവർ ഓഫ് 1 ബൈ 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ 2 പ്ലസ് 1. എങ്ങനെയാണ് ചെയ്തത്? കാണിച്ചു തരാം. അതായത് ചോദ്യം മറന്നു വരുന്നത്. ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ എക്സ് പവർ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് പവർ ഓഫ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ആണ് എഴുതാം. ഇവിടെ ടി പവർ ഓഫ് 1 ബൈ 2 ആണെങ്കിൽ ടി പവർ ഓഫ് 1 ബൈ 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ 2 പ്ലസ് 1 എഴുതാം. പ്ലസ് 2 റൂട്ട് ടി പ്ലസ് സി ഉണ്ട്, മറക്കരുത്.
സോ ടി പവർ ഓഫ് 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 2√t പ്ലസ് c എന്ന് വരും. ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ടിക്ക് നമുക്ക് ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ടിക്ക് കൊടുത്തത്? രണ്ടാമത്തെ ചോദ്യമല്ലേ. സോ ടിക്ക് x - 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. t = x - 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x - 1 ഹോൾ പവർ ഓഫ് 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 2√x - 1 പ്ലസ് c എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇതിനെ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ആണ്. 3/2 മുകളിലോട്ട് എടുക്കുകയാണ്. സോ എന്ത് വരും? 2/3 into x - 1 whole power of 3/2 plus 2√x - 1 plus c എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അത് ആദ്യം തന്നെ മായ്ച്ചു കളയാം. ഞാൻ മായ്ച്ചു കളഞ്ഞ ശേഷം നിങ്ങളിത് വെട്ടിക്കളയൊന്നും ചെയ്യരുത്. ടിക്ക് x - 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ അത് നമ്മൾ ഓൾറെഡി അതായത് ഫൈനൽ ഇക്വേഷൻസ് വരുമ്പോൾ ടിക്ക് ടി എന്ന് ഇടാൻ പാടില്ല. എന്താണ് എക്സിന്റെ ടേമിലുള്ളത് അത് തന്നെ നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ x സ്ക്വയറിന് x പവർ ഓഫ് 2 + 1 ഡിവൈഡ് ബൈ 2 + 1 ആണെങ്കിൽ ടി പവർ ഓഫ് 1/2 ന് ടി പവർ ഓഫ് 1/2 + 1 ഡിവൈഡ് ബൈ 1/2 + 1 1/2 + 1 ആണ് നമ്മൾ എന്ത് പറയാ 3/2 എന്ന് വരുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഈ ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണെന്ന് ചിലർക്ക് തോന്നാം. കാരണം ചോദ്യം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് മെത്തേഡിലാണ് തന്നിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. x² - x + 3 ഡിവൈഡഡ് ബൈ x - 1 dx. കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒന്നും ഫീൽ ആവണ്ട. എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം 1/2 തന്നു വെച്ച് നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? 1 അകത്തിട്ടിട്ട് 2 പുറത്തിടും. ശരിയല്ലേ? 1/2 എന്ന് വെച്ചാൽ 1 അകത്തിട്ട് 2 പുറത്തിടും. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? x² - x + 3 ഡിവൈഡഡ് ബൈ x - 1 ആണ്. സോ x² - x + 3 അകത്തിട്ടു, പുറത്ത് x - 1 ഇട്ടു. എങ്ങനെ ഡിവൈഡ് ചെയ്യും? സാധാരണ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. x - 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് x² - x വരിക? x - 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് x² - x വരിക? x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ അതായത് x × x - 1 എന്ത് വരും? x² - x എന്ന് വരും. ശരിയല്ലേ? സോ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് x² - x വരിക. സോ മുകളിൽ എന്ത് എഴുതുന്നു? x എന്ന് എഴുതുന്നു, താഴെ x² - x എന്ന് വരുന്നു. രണ്ടും കൂടി മൈനസ് ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? 3 മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞാൽ ഈ ടേമിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു തരാം. സോ ഇന്റഗ്രൽ ഓഫ് ആദ്യം നമ്മൾ എഴുതേണ്ടത് ന്യൂമറേറ്റർ ആണ് x പ്ലസ്, പിന്നെ താഴെ റിമൈൻഡർ എഴുതണം 3 ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് ഹരിച്ചത്? x - 1 dx. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഇക്വേഷനെ ഇത്രയും സിംപ്ലസ്റ്റ് വേയിൽ മാറ്റിയെന്ന് മനസ്സിലായ? ഏതാണ് ന്യൂമറേറ്റർ ഉള്ളത് അതിന്റെ ബ്രാക്കറ്റ് അതായത് ഡിവിഷന്റെ അകത്തിടുക. എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അത് പുറത്തിടുക. ഏത് ടേമിനെ ഇതിന്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുക നോക്കുക. ആ ടേമിനെ മുകളിലിടുക. പിന്നെ ഈ ഒരു ഫോമാറ്റിൽ എടുത്ത് എഴുതുക. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? x² ഡിവൈഡഡ് ബൈ 2 ഡയറക്റ്റ് ആയിട്ട് എഴുതി. അടുത്തത് ഞാൻ വൃത്തിയായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ എന്ത് ചെയ്യാം? x - 1 = t എന്ന് എഴുതി. x - 1 = t എന്ന് എഴുതി. സോ ഇതിനെ d/dx വെച്ച് ചെയ്യാണ്. സോ dx ഡിവൈഡഡ് ബൈ d/dx വെച്ച് x ചെയ്തു. ഇവിടെ എന്ത് വരും? 0 എന്ന് വരും. അതായത് d/dx of 1 = d/dx of t എന്ന് വരും. സോ എന്ത് വരും? 1 = dt ഡിവൈഡഡ് ബൈ dx എന്ന് വരും. സോ dt = dx എന്ന് വരും. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഇത് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. സോ x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് 1/t dt എന്ന് വന്നു. ഇന്റഗ്രൽ ഓഫ് 1/t dt എങ്ങനെയാണ്? x - 1ന് t അല്ലേ? സോ ഇന്റഗ്രൽ ഓഫ് 1/t dt. സോ x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 × 1/t എന്താണ്? log t ആണ്. സോ log mod t പ്ലസ് c എന്ന് വന്നു. log mod t പ്ലസ് c എന്ന് വന്നു. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 log മോഡുലസ് ഓഫ് t. ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x - 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് c എന്ന് എഴുതാം. x - 1 പ്ലസ് c. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൃത്തിയായിട്ട് ഒരേ മെത്തേഡ് ചെയ്തതിൽ ആകെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിവിഷൻ മാത്രമാണ്. അതൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ 4th ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത 4ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഡിലേ ആക്കുന്നില്ല. 4th ക്വസ്റ്റ്യൻ integral of x plus b whole power of n dx. integral of x plus b whole power of n dx എങ്ങനെ ചെയ്യാം? t ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം?
എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയല്ലേ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ബി എന്ന് വരും. ഫൈൻ, ശരിയല്ലേ. സോ എന്ത് വരും? ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എ എന്ന് വരും. ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എ. ഡിഫറൻഷിയേറ്റ് എല്ലാവർക്കും അറിയാം. സോ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഡി ടി ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ എ. ഫൈൻ, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് ബിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ടി. സോ ടി പവർ ഓഫ് n ഡി എക്സിന് പകരം ഡി ടി ഡിവൈഡഡ് ബൈ എ. ക്ലിയർ അല്ലേ? സോ 1/a പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് ടി പവർ ഓഫ് n ഇൻറ്റു ഡി ടി എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി പവർ ഓഫ് n എക്സ് പവർ ഓഫ് n ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് പവർ ഓഫ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. സോ ടി പവർ ഓഫ് n ന് എന്ത് വരും? ടി പവർ ഓഫ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. n പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. ഫൈൻ. സോ 1/a ഇൻറ്റു ടി എത്രയാണ്? a എക്സ് പ്ലസ് ബി ഹോൾ പവർ ഓഫ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എല്ലാം ഒരേ മെത്തേഡിലാണ്, വലിയ ഡിഫറൻസ് ഇല്ല. എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 5th one. ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടി ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് കൊടുത്തു. ഡി ബൈ ഡി എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി ആയി. d by dx of t equal to d by dx of x plus b. Fine. So dt divided by dx equal to a എന്ന് വരും. Fine. നമുക്ക് ഇവിടെ എന്താണ് വിളിക്കാം? dx. dx equal to dt divided by a എന്ന് വരും. ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ ഓഫ് 1 divided by t into dx ന് പകരം dt divided by a എന്ന് വരും. dt divided by a എന്ന് വരും. ഇത് ന്യൂമറേറ്ററിലാണുള്ളത് കേട്ടോ. സോ ഒന്നുകൂടി ഞാൻ വൃത്തിയായിട്ട് എഴുതി തരാം. ഡി ടി ഡിവൈഡഡ് ബൈ എ ന്യൂമറേറ്ററിൽ വരും. ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരും? ഡി ടി ഡിവൈഡഡ് ബൈ എ ടി എന്ന് വരും. കാരണം ഇത് ന്യൂമറേറ്ററിൽ പോകും. ഡി ടി ഡിവൈഡ് ബൈ എ ടി എന്ന് വരും. സോ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 divided by a t dt എന്ന് വരും. 1 divided by a t dt എന്ന് വരും. a പുറത്തിടാലോ. സോ 1 by a പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് 1 by t dt എന്ന് വന്നു. 1 by t dt എന്ന് വന്നു. ക്ലിയർ അല്ലേ? അതിനുശേഷം 1 by t ഇന്റഗ്രൽ എന്താണ്? 1 by t ഇന്റഗ്രൽ log t ആണ്. സോ 1 by a log t പ്ലസ് c എന്ന് വരും. സോ 1 by a log t ന്റെ വാല്യൂ എന്താണ്? ax പ്ലസ് b ആണ്. പ്ലസ് സി എന്ന് വന്നു. എക്സ് പ്ലസ് ബി പ്ലസ് സി. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. ഒരേ മെത്തേഡാണ്. പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഇല്ല. ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നോക്കാം. സോ ദെൻ നമ്മൾ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും എടുത്ത് നമ്മുടെ മെയിൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുലാസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ടൈപ്പിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ടൈപ്പ്. സോ ടൈപ്പിന്റെ ജനറൽ ഫോർമുല ഞാൻ എഴുതുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്. Integral of f dash of x divided by f of x dx equal to log of f of x plus c. ഇതാണ് ഇക്വേഷൻ. Integral of f dash of x divided by f of x dx equal to log of f of x plus c. ഇതാണ് ഇക്വേഷൻ. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഫോർമാറ്റിലാണ് ചോദ്യത്തിൽ കിടക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൽ ആദ്യത്തെ ചോദ്യമാണ് integral of 2x divided by 1 plus x square dx. Integral of 2x divided by 1 plus x square dx. ചോദ്യം എപ്പോഴും കണ്ടാൽ നമ്മൾ ഒരു 2 ടൈംസ് എങ്കിലും അതിൽ എക്സാം ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെയുള്ള ടൈപ്പാണ് നമ്മൾ മനസ്സിലാക്കണം. സോ ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇതിന് ഡിഫറൻഷിയേറ്റ് എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് എന്ത് വരും? 2x എന്ന് വരും. കാരണം 1 ന്റെ ഡിഫറൻഷ്യൽ 0 ആണ്. x സ്ക്വയറിന്റെ 2x ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ മുകളിലുള്ള അതേ ഫോർമാറ്റിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഡയറക്റ്റ് ആയി ആൻസർ എഴുതാം. സോ ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് എത്രയാണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡൗട്ടും വേണ്ട. താഴെയുള്ളതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ടേമിനെയാണ് നമ്മൾ എന്ത് പറയാ? എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതേ ഫോർമാറ്റിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കുക.
സോ ഇന്റഗ്രൽ ഓഫ് tan x dx, ഇന്റഗ്രൽ ഓഫ് tan x dx ഇത് ആ ഫോർമാറ്റിലാണോ ചെക്ക് ചെയ്യാം. tan x എങ്ങനെ എഴുതാം? sin x ഡിവൈഡഡ് ബൈ cos x എഴുതാം. sin x ഡിവൈഡഡ് ബൈ cos x dx എഴുതാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരും. കാരണം cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin x ആണ്. അപ്പൊ ഇതിന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്താലോ? മൈനസ് വെച്ച് മുകളിലും താഴെയും ഞാൻ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. സോ sin x മൈനസ് പുറത്തിട്ടു ട്ടാ. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് പുറത്തിട്ടു. താഴെ മൈനസ് cos x dx എഴുതി. ഇപ്പൊ ശരിയാണോ? ഇപ്പോ ശരിയാണല്ലേ? കാരണം മൈനസ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sin x ആണ്. ശരിയല്ലേ? d by dx ഓഫ് മൈനസ് cos x മൈനസ് പുറത്തെടുക്കാം. d by dx ഓഫ് cos x ഡെറിവേറ്റീവ് ഓഫ് cos x എന്താണ്? മൈനസ് sin x. സോ മൈനസ് ഓഫ് മൈനസ് sin x ഈക്വൽ ടു sin x എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് sin x ഈക്വൽ ടു sin x. സോ മൈനസ് cos x ന്റെ ഡെറിവേറ്റീവ് sin x എന്ന് വരും. സോ എങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് ഓഫ് log ഓഫ് f of x എന്താണ്? മൈനസ് cos x പ്ലസ് c മൈനസ് log ഓഫ് മൈനസ് cos x പ്ലസ് c എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഈ ഫോർമാറ്റിൽ അല്ലാത്തതിനെയും നമുക്ക് ആ ഫോർമാറ്റിലോട്ട് മാറ്റാം. അത് പെർട്ടിക്കുലർ ടേംസ് മാത്രമേ ഉള്ളൂ. tan x അടുത്തതും ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്. സോ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യമാണ് തേർഡ് വൺ. ഇന്റഗ്രൽ ഓഫ് cot x dx. ഇന്റഗ്രൽ ഓഫ് cot x dx ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. cot x എന്ന് പറഞ്ഞാൽ എന്താണ്? cos x divided by sin x dx എന്നതാലോ cos x divided by sin x dx എന്നതാലോ എഴുതാൻ പറ്റും അല്ലേ? cos x divided by sin x എന്താണ്? cot x ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇന്റഗ്രൽ ഓഫ് f dash of x divided by f of x dx ന്റെ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈക്വൽ ടു log ഓഫ് f of x പ്ലസ് c ആണ്. ഈക്വൽ ടു log ഓഫ് f of x എന്താണ്? sin x ആണ്. sin x പ്ലസ് സി എഴുതാം. ഡയറക്റ്റ് ആയിട്ട് log ഓഫ് sin x പ്ലസ് സി എഴുതാം. വളരെ സിമ്പിൾ ആണ് ഈ മെത്തേഡിലുള്ള പ്രോബ്ലംസ്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അത് കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. ഇന്റഗ്രൽ ഓഫ് sec x dx. ഇന്റഗ്രൽ ഓഫ് sec x dx എന്ത് ചെയ്യാം? sec x നെ 1/cos x എന്നൊന്നും എഴുതി നമുക്ക് ശരിയാവില്ല അല്ലെ? സോ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് sec x അല്ലേ? മുകളിലും താഴെയും sec x പ്ലസ് tan x വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. മുകളിലും താഴെയും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ആണ്? sec x പ്ലസ് tan x ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. സോ മുകളിൽ sec x പ്ലസ് tan x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. താഴെയും sec x പ്ലസ് tan x ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു dx ഇടാൻ മറക്കരുത്. സോ ഈക്വൽ ടു ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ? sec സ്ക്വയർ x പ്ലസ് sec x tan x ഡിവൈഡഡ് ബൈ sec x പ്ലസ് tan x dx. ഇതുവരെ എല്ലാവർക്കും കിട്ടി. ജസ്റ്റ് sec x പ്ലസ് tan x വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ക്ലിയർ? സോ sec x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? sec x ന്റെ ഡിഫറൻഷ്യൽ sec x tan x ആണ്. tan x ന്റെ sec സ്ക്വയർ x ആണ്. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? f dash of x divided by f of x ന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് മനസ്സിലായ? sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. tan x ന്റെ sec സ്ക്വയർ x ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താലോ? log of sec x plus tan x plus c എന്ന് എഴുതാം. log of sec x plus tan x plus c എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അടുത്ത ടൈപ്പിലോട്ട് കിടക്കാം. ഇത് ഒരു ടൈപ്പാണ്. അടുത്ത ടൈപ്പ് ഇതുപോലെ തന്നെ സിമ്പിൾ ആയ ഒരു ടൈപ്പിലോട്ട് നമുക്ക് കിടക്കാൻ പോകണം. നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലംസ്. സോ അതിന്റെ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ പറയാം. ഇന്റഗ്രൽ ഓഫ് f dash of x divided by root of f of x dx. ഇന്റഗ്രൽ ഓഫ് f dash of x divided by root of f of x dx ആണെങ്കിൽ root of f of x dx ആണെങ്കിൽ എന്ത് എഴുതാമെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 root of f of x plus c എഴുതാം. 2 root of f of x plus c എന്നത് ഇന്റഗ്രൽ ഓഫ് f dash of x divided by f of x dx ആണെങ്കിൽ 2 root of f of x plus c എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ചോദ്യം, ഈ ടൈപ്പിലുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ cos x, ഇന്റഗ്രൽ ഓഫ് cos x divided by root of sin x. ഇന്റഗ്രൽ ഓഫ് cos x divided by root of sin x. നമ്മൾ f of x ആയിട്ട് നമ്മൾ എന്ത് എടുക്കുന്നു? sin x ആയിട്ട് എടുക്കുന്നു. സോ f dash of x എന്താണ്? cos x തന്നെയല്ലേ? സോ ഇതേ ഫോർമാറ്റിൽ തന്നെയല്ലേ കിടക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താലോ? 2 root of sin x plus c എന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താം. 2 root of sin x plus c വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. ഇവിടെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതിയ പോലെ തന്നെ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്.
integral of 2x plus 1 divided by root of x square minus x minus 15 dx. x square x minus 15 dx. എങ്ങനെ ചെയ്യാം? ഇവിടെ അതുപോലെ തന്നെ f of x ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? x square minus x minus 15 എടുക്കുന്നു. ഫൈൻ. f dash of x ആയിട്ട് ഇപ്പൊ എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരും ഈക്വൽ ടു 2x minus 1 എന്ന് വരും. 2x minus 1 എന്ന് വരും. സോറി, ഇവിടെ പ്ലസ് ആണ്. പ്ലസ്. ഫൈൻ. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 1 എന്ന് വരും. 2x പ്ലസ് 1 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ മൈനസ് അല്ല പ്ലസ് ആണ്, അത് മറക്കരുത്. സോ ഇത് അതേ ഫോർമാറ്റിൽ തന്നെയല്ലേ ഉള്ളത്? അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. ഡയറക്റ്റ് ആയി ആൻസർ ചെയ്താലോ? ആൻസർ ചെയ്തതും 2 root of x square plus x minus 15 എന്ന് വരും. 2 root of x square plus x minus 15 plus c എന്ന് എഴുതാൻ മറക്കരുത്. പ്ലസ് c. ക്ലിയർ അല്ലേ? സോ രണ്ട് ഫോർമാറ്റിലും വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ സ്ട്രക്ചറിലാണെങ്കിൽ ഒരു സ്റ്റെപ്പിലും ആൻസർ എഴുതാം. അതുപോലെ തന്നെ മുൻപിലാകുമ്പോൾ ലോഗ് വെച്ചിട്ട് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്റഗ്രൽ ഓഫ് log x whole square divided by x dx. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ടിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? t equal to log x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t equal to log x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ d by dx of t equal to d by dx of log x എന്ന് വരും. ശരിയല്ലേ? equal to dt divided by dx equal to എന്ത് വരും? 1 by x എന്ന് വരും. dt divided by dx equal to 1 by x എന്ന് വരും. dt equal to dx into 1 by x എന്ന് വരും. dt equal to dx into 1 by x എന്ന് വരും. ക്ലിയർ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് log x ന് t ആണ്. സോ t സ്ക്വയർ ഇൻറ്റു dt ഡിവൈഡഡ് ബൈ x എന്ത് വരും? അതായത് dx ഡിവൈഡഡ് ബൈ x എന്ത് വരും? dx ഡിവൈഡഡ് ബൈ x dt അല്ലേ? സോ dt എന്ന് വരും ഈക്വൽ ടു എന്ത് വരും? t ക്യൂബ് പ്ലസ് 3 പ്ലസ് c എന്ന് വരും. ശരിയല്ലേ? അതായത് x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? x സ്ക്വയർ ഈക്വൽ ടു x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. സോ t സ്ക്വയറിന് എന്താവും? t ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. t ക്ക് പഴയ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ്? log x. So log x whole cube divided by 3 plus c എന്ന് വരും. log x whole cube divided by 3 plus c. വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാറിപ്പോരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തത്. ഇത് പല പരീക്ഷകളും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ്. അറൗണ്ട് 2 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ജസ്റ്റ് 4 സ്റ്റെപ്പേ ഉള്ളൂ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ദെൻ ഇതോടുകൂടി നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻ്റെ അപ്പ് ചെയ്യാണ്. ഒരു പാർട്ടിൽ നമുക്ക് ഹോൾ ചാപ്റ്റർ എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ 2 പാർട്ടായിട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ നോക്കി, മോഡൽസ് എല്ലാം നോക്കി. എല്ലാ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇമ്പോർട്ടൻറ്റ് മോഡൽസും അതിന്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ നോക്കി. സോ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചിട്ടാണെങ്കിലും ചോദിക്കാം. ഫൈൻ. സോ അടുത്ത വീഡിയോസ് എല്ലാം, അതായത് അടുത്ത പാർട്ട് വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. എനിക്കറിയാം നിങ്ങളുടെ മോഡൽ എക്സാംസ് അടുത്ത് വരികയാണെന്ന് അറിയാം. സോ അതിന്റെ ബേർഡൻ നിങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.